ഉത്തരേന്ത്യയെ വരിഞ്ഞുമുറുക്കി മഴക്കെടുതി. ഹിമാചൽ പ്രദേശ്, അസം, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലാണ് പ്രളയ ഭീഷണി രൂക്ഷമായിരിക്കുന്നത്. ഹിമാചലിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. ഉത്തരേന്ത്യയിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ജൂൺ 30 വരെ മഴ ശക്തമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങൾ പ്രളയക്കെടുതിയിൽ അമരുകയാണ്. ജൂൺ 30 വരെ മഴ ശക്തമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മിന്നൽ പ്രളയത്തിലകപ്പെട്ട ഹിമാചലിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടലിലും വെള്ളപ്പൊക്കത്തിലും 9 മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 300ഓളം റോഡുകൾ ഹിമാചലിൽ പൂർണ്ണമായും തകർന്നു. 102 കോടി രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. ഹിമാചലിലെ സിർമൌർ, സോളൻ, ഷിംല, ബിലാസ്പൂർ, ഉന്ന, ഹാമിർപൂർ, മാണ്ഡി, കംഗ്രാമാണ്ഡി എന്നീ ജില്ലകളെയാണ് പ്രളയം ബാധിച്ചത്. രാജസ്ഥാനിൽ ഇടിമിന്നലേറ്റ് 4 പേർ മരിച്ചു. ഹിമാചലിൽ കുടുങ്ങിക്കിടക്കുന്ന വിനോദസഞ്ചാരികളെ സഹായിക്കാനുള്ള നടപടികൾ ഇപ്പോഴും തുടരുകയാണ്. കനത്ത മഴയിൽ കോടികളുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. അസമിൽ 4 ലക്ഷം പേരെ പ്രളയം ബാധിച്ചു. 8 സംസ്ഥാനങ്ങളിലായാണ് മഴ മുന്നറിയിപ്പുള്ളത്. ദിവസങ്ങളായി തുടരുന്ന കനത്ത മഴയിൽ അസമിലെ ബാർപേട്ട ജില്ലയിൽ 88,000ഓളം ജനങ്ങൾ പ്രളയഭീഷണിയിലാണ്. 100ഓളം കുടുംബങ്ങളെയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരിക്കുന്നത്. സാധാരണക്കാർ കുടിവെള്ളത്തിനും ഭക്ഷണത്തിനും മരുന്നുകൾക്കും മറ്റും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ഥിതിയുമുണ്ട്. 312.75 ഹെക്ടർ കൃഷിയിടമാണ് വെള്ളപ്പൊക്കത്തിൽ നശിച്ചത്. അസമിലെ 11 ജില്ലകളിലാണ് വെള്ളപ്പൊക്കം ബാധിച്ചിരിക്കുന്നത്. ജില്ലകളിൽ 1.56 ലക്ഷം ആളുകൾ ഇപ്പോഴും ദുരിതത്തിലാണ്. അസം സംസ്ഥാന ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ കണക്ക് പ്രകാരം ബാർപേട്ട ജില്ലയിൽ 87,232 പേർക്കും, ബാജാലി ജില്ലയിൽ 44,617 പേർക്കും, ലിംഘിംപൂർ ജില്ലയിൽ 17,086 പേർക്കും, നാൽബാരി ജില്ലയിൽ 5,909 പേർക്കുമാണ് വെള്ളപ്പൊക്കം ബാധിച്ചിരിക്കുന്നത്. 563 വില്ലേജുകളും 3,801 ഹെക്ടർ കൃഷിയിടവുമാണ് അസമിലെ പ്രളയത്തിൽ അകപ്പെട്ടിരിക്കുന്നത്. ബാജാലി ജില്ലയിൽ മാത്രം 48 വില്ലേജുകൾ പ്രളയത്തിൽ അമർന്നു. ഇതുവരെ 5 പേരാണ് പ്രളയക്കെടുതിയിൽ മരണപ്പെട്ടത്. 99 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് 8 ജില്ലകളിലായി പ്രവർത്തിക്കുന്നത്. ഉത്തരാഖണ്ഡിലെ മോശം കാലാവസ്ഥയെ തുടർന്ന് കേദാർനാഥ് യാത്ര നിർത്തിവെച്ചു. ജനജീവിതം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാനുള്ള ഊർജിത ശ്രമങ്ങളാണ് സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.